ഹായ് കൂട്ടുകാരെ, രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വന്ന വഴിയാണ്. അപ്പൊ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ മീൻ മേടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ. മാർക്കറ്റിൽ ചെന്ന് മീൻ മേടിക്കണപ്പോൾ ലാഭം കേട്ടോ. വലിയ വിലയൊന്നും അധികം വിലയൊന്നുമില്ല. നമുക്ക് ഒന്ന് രണ്ടാഴ്ചത്തെ കള്ളം മീനിങ്ങനെ മേടിച്ചിട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ അധികം പൈസ ഒന്നും ആകത്തില്ല. അപ്പം നമ്മൾ മേടിച്ച സാധനം എന്താണെന്ന് കാണാം. വരാൽ, ചെറിയ വരാലാട്ടാ. അവനാ വെള്ളം ഒഴിച്ച് വെള്ളത്തിനകത്തേക്ക് ഇടും. കാര്യം നമുക്കിത് ജീവനോടുകൂടി അവിടെ കിടന്നോളും. ആവശ്യാനുസരണം എടുക്കുക, കറി വെക്കുക. ഞങ്ങളുടെ പരിപാടി ഇതാണ്. ഞങ്ങളെ മീൻ വളർത്തണ സ്ഥലം മീൻകുളമാണിത്. ഇതുണ്ട ചെറിയ വരാലാട്ടോ, 150 രൂപയുള്ളൂ. ചെറിയ വരാല, വലിയ വിലയൊന്നുമില്ല. ചാട്ടം കണ്ട അച്ചൊക്കെ എടുത്ത് നോക്കും. അവനിപ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞ ചെറുതിൻ്റെ ഇരിപ്പ് കണ്ട. എന്നാ മേടിച്ചെന്നറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഇരിപ്പ. ഇനിയിപ്പോൾ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. അഡ്രോന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? കേട്ടാ, കൊഞ്ച് മനസ്സിലായ? ഇത് അച്ചുവിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ, കൊഞ്ചി. ഇതുണ്ട്, ജീവനില്ല, ചത്ത കൊഞ്ച. ദേ എന്തൊരു ഗ്ലാമറാന്ന് നോക്കി. എന്താ വെള്ളത്തിലൂടെ അവൻ പോണത് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിയാ പോണത്. അതുകൊണ്ട് കൊഞ്ചെന്ന് പേരിട്ടിരുന്നു. ഏതാ എന്താ, ഇതാണ് കൊഞ്ചി. ഇത് അഡ്രോന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടാ. ജീവനുണ്ടാ? ജീവനില്ല. അപ്പം ഒരു കൊഞ്ചി മേടിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മേടിച്ചതാണ് ഈ സാധനം. എന്നാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് ജീവനുള്ള കേട്ടോ, ജീവനല്ല. ഇതാണ് പൂളാനെന്ന് പറയും. പക്ഷെ ഞാൻ ഈ സാധനം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് പൂളാന് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് 1 കിലോ പൂളാനും മേടിച്ചു. 1 കിലോ ഇല്ല, 800 ഉള്ളു പൂളാൻ. ഇതിൽ ജീവനുള്ള പൂളാനാണ്ടതേ. ഇട്ട് നോക്കട്ടെ വെള്ളത്തിൽ. ഇട്ട് നോക്കട്ടെ. അവനോട് ചാടിക്കളിക്കുന്നു. ഇതും പൂളാനാണ് കേട്ടോ. ഇത്രയും പൂളാനുണ്ട്. ഇതൊക്കെ ചത്ത. ഈ പൂളാൻ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ കറി വെച്ചിട്ടുമില്ല അല്ലേ? നമ്മൾ കറി വെച്ചിട്ടില്ല സാധനം. നമ്മൾ ആദ്യമായിട്ടാട്ടോ പൂളാൻ മേടിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച സാധനങ്ങളും എല്ലാം. ഇത്ര ഐറ്റംസ് എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 420 രൂപ കൂടുതലായിട്ടില്ല. അപ്പോൾ നമ്മൾ വൈക്കത്ത് പോളശ്ശേരി കോളത്തുംകുളം മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കുന്നത് വളരെ ലാഭകരമാണ്. അപ്പം നിങ്ങളെല്ലാവരും മീൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരു 5-5:30-6 മണിയാകുമ്പോൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നല്ല മീൻ കിട്ടും. നമുക്ക് 2 ആഴ്ച കുശാൽ. വേറെ ഒരു പരിപാടിക്കും പോകേണ്ട. വീട്ടിൽ നിന്ന് വൈഫിന്റെ വിളി വരൂല്ല, ചേട്ടാ കറിക്കൊന്നുമില്ല, ചേട്ടാ കറിക്കില്ല എന്നുള്ള വിളി ഒരു കാരണവശാലും 2 ആഴ്ചത്തേക്ക് പ്രതീക്ഷിക്കുന്നു. മീമി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് എടുത്തവനെ. ഹായ്.